ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഒരു കഷ്ണം മത്തം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. നല്ല ഫ്രഷ് മത്തനാണ്. നല്ല മത്തം വെച്ചിട്ടൊരു സിമ്പിളായൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നല്ല മത്തം വെള്ള കളർ രാത്രി പോയി വാങ്ങിക്കുന്നതാണ് ഞങ്ങൾ ടൗണിൽ പോയത്. വൈറ്റ് കളർ 200 അതിൽ ഉണ്ണിൻ്റെ ഡയലോഗാണ്. 200 ഞാൻ ചോദിച്ചില്ല. നല്ല മഴ ഉണ്ണിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ ശനിയാഴ്ച. വെള്ളിയാഴ്ച മുടക്കിൻ്റെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്നും കൂടി ലീവ് ആയിരുന്നെങ്കിൽ നാളെയും കൂടി ലീവ് കിട്ടിയേനെ. ചില സ്കൂളുകളുണ്ട്. LP അങ്ങനെയൊന്നുമില്ല. നല്ലോണം ചെത്തിക്കളത്. എനിക്കത് ഇഷ്ടമല്ല. ആ നടുക്കത്തെ സാധനം ഇവിടെ അടുപ്പ് കത്തുന്നതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളുമുണ്ട്. കറി വയ്ക്കാം. തോരപ്പരിപ്പാണ് കേട്ടോ. ഒരു അര ഗ്ലാസ് കഴുകിയതാണ് നന്നായിട്ട്. കൊടുക്കാം. ഇതിലേക്ക് വലിയൊരു കഷ്ണം മത്തൻ കേട്ടോ, വലിയൊരു തക്കാളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള, 3 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു വിസിൽ വരട്ടെ. ഒറ്റ വിസിൽ മതി. നമുക്ക് കഷ്ണങ്ങൾ വെന്താ നോക്കാം. കറക്റ്റായിട്ട് വന്നു കേട്ടോ. ഒറ്റ വിസിൽ കറക്റ്റായിട്ട് വന്നു. ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. ചട്ടിയിലേക്ക് മാറ്റാം. കുറിയ കറിയാട്ടത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടാ. ചെറിയ ജീരകത്തിൻ്റെ വറുത്ത് പൊടിച്ചാണ്. ഉപ്പ് പോരാ, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി. ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു. ഞാൻ താളിച്ചൊഴിക്കാം കേട്ടോ. ചീഞ്ചട്ടിയും ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കുക. ഒരു 4 മണി ഉലുവ ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ഉള്ളി ഇട്ടോ. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഉള്ളിന് മൂത്ത് വരട്ടെ. അത് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടാ പൊട്ടി കൊടുക്കാം. ഈ കറി സൂപ്പർ കറിയാണ് കേട്ടോ. വേണ്ട, നല്ല കുറുകിയ കറി. ഒരു മീൻ വറുത്തത് ഒരു പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പറ്റില്ല. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കട്ടോ. വഴുതന മെഴുക്ക് പറ്റിയാണ് കേട്ടോ. നല്ല ഫ്രഷ് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്.
കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടെ. സവാള ഇട്ട് കൊടുക്കാം. നിറച്ച് കറിവേപ്പില ഇടണം. ഒരു വികാരമാണ്. കറിവേപ്പില ഒരു വികാരമാണ്. ഇഷ്ടം പോലെ ഉണ്ടാവും. മുളക് പൊടി ഇട്ട് കൊടുക്കാം. നുള്ളു മഞ്ഞപ്പൊടി. ഒന്ന് പച്ച വഴുതിരിക്കുക കേട്ടോ. എനിക്ക് മറ്റേ വഴി ഇഷ്ടം. ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാവർക്കും പറ്റാറില്ല. ഞാൻ വെക്കുന്ന രീതി കാണിക്കുന്നത് മാത്രം. ഇനി വേഗട്ടെ കേട്ടോ. ചെറിയ തീരിട്ട് വേവിക്കാം. നമ്മുടെ വഴുതിരിങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടാ. ഏട്ടന് ചോറാക്കി കൊടുക്കട്ടെ. കാര്യമായിട്ടുള്ള പണിയിലാണ്. എനിക്ക് തലവെട്ടി കൊടുക്കാൻ കേട്ടോ. രാവിലെ പണിയാണ് തലകെട്ടല്. സ്വന്തമായിട്ട് കെട്ടാൻ പഠിച്ചിട്ടില്ല. കുറച്ച് അങ്ങോട്ട് കിട്ടി എനിക്ക് കെട്ടാൻ പറ്റുന്നതുകൊണ്ടാണ്. നമുക്ക് ഉമ്മറത്ത് പുല്ല് നിറയെ പുല്ലുണ്ട്. എന്താ ആഴ്ചക്ക് ആഴ്ചക്ക് പുല്ല് വലിക്കണേ. ഇന്നിപ്പോ ശനിയാഴ്ച എല്ലായിടത്തും സ്കൂളുണ്ട്. ഇന്നലത്തെ മുടക്കൻ്റെ ഇന്നുണ്ട് എല്ലാവരുടെയും. ഇവർക്കുണ്ട്. നല്ല വെയില്. കാലത്തെ വെയിൽ നോക്കിയിട്ട് കാര്യമില്ല. വെയിലല്ലേ? തല കെട്ടട്ടേട്ടാ. ഉണ്ണിന്റെ ചാർട്ടാണ് കേട്ടോ. സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വായനാ ദിനത്തിന്റെ അനുബന്ധിച്ചിട്ടുള്ള ഇതാണ് കേട്ടോ. പ്രശസ്തരായ എഴുത്തുകാരൻ്റെ നല്ല ചാർട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാണ്. എൻ്റെ വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വർക്ക് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നലെ രാത്രി പോയിട്ട് ഇതൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയിട്ട് ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്ത് വന്ന് ഒട്ടിച്ച് രാത്രി തുടങ്ങിയ പണിയാണ് ഇന്നലെ ഇന്നും. ഇനിയിപ്പോൾ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകണം. വേഗം വേഗം എഴുതിയതിൻ്റെ എല്ലാ പോരായ്മകളും ഉണ്ടാവും ചിലപ്പോൾ. സ്പീഡ് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അഭിപ്രായങ്ങൾ പറയുക. ഏട്ടന് ചോറാക്കുക കേട്ടോ. എൻ്റെ ചോറാക്കി കഴിഞ്ഞു. ഉണ്ണിൻ്റെ ചോറാക്കി. കറിയാക്കണ്ടുള്ളൂ. മെഴുക്കുവരട്ടി. ഇതേപോലെ മട്ടൻ കറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങ വേണ്ട. നല്ല കൊഴുകൊഴുന്നാണ്. കഴിക്കാൻ ചപ്പാത്തി കേട്ടോ. ഇതും കൊണ്ട് തന്നെ കഴിക്കും. നല്ല ടേസ്റ്റാണ്. മട്ടൻ കറിയും കൂടി കഴിച്ചിട്ടുണ്ടല്ലോ. സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ എല്ലാ കറിയും കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കും കേട്ടോ. സാമ്പാറടക്കം. അപ്പോൾ ഇത് കഴിക്കട്ടെ. ഇനി ചപ്പാത്തി കഴിക്കാം കേട്ടോ. മത്തൻ കറി ചപ്പാത്തി എങ്ങനെയുണ്ട് ഉണ്ണി? സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റ.